റിപ്പോർട്ട്സ് മൊഡ്യൂൾ 9 ഹെഡ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ 9 ഹെഡ്സ് റിപ്പോർട്ട്സിൽ 7th ഹെഡ് വരുന്നത് ഇൻവെൻട്രി ആണ്. ഇൻവെൻട്രി ഹെഡിന്റെ അണ്ടറിൽ 6 റിപ്പോർട്ട്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻവെൻട്രി, പ്രോഡക്റ്റ്, സ്റ്റോക്ക് അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു റിപ്പോർട്ട്സിന്റെ എല്ലാം അണ്ടറിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻവെൻട്രി ഹെഡിന്റെ അണ്ടറിൽ ഫസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ഇൻവെൻട്രി സമ്മറി റിപ്പോർട്ടാണ്. ഇൻവെൻട്രി സമ്മറി റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇതുവരെ എൻട്രി ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും സമ്മറി ഡാറ്റയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നമുക്ക് കാണാം എല്ലാ ഐറ്റംസിൻ്റെയും ലിസ്റ്റ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഐറ്റംസിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡാറ്റ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ക്വാണ്ടിറ്റി ഇൻ എന്ന കോളമാണ്. ക്വാണ്ടിറ്റി ഇൻ ചെയ്ത ഐറ്റംസിൻ്റെ എല്ലാം നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ക്വാണ്ടിറ്റി ഔട്ടാണ്. എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, അതായത് സെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്, അത്രയും ക്വാണ്ടിറ്റി ഓരോ ഐറ്റംസിൻ്റെ സ്പ്ലിറ്റപ്പ് ആയിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. ലാസ്റ്റ് കോളം വരുന്നത് അവൈലബിൾ ഫോർ സെയിൽ എന്ന ഓപ്ഷനാണ്. ഈ ഒരു കോളം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കറണ്ട് ക്വാണ്ടിറ്റി ഓഫ് ദ ഐറ്റം ആണ്. ഓരോ ഐറ്റംസിൻ്റെയും കറണ്ട് ക്വാണ്ടിറ്റി എത്രയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സബ് ടോട്ടൽ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് താഴെ അവൈലബിൾ ആണ്. ഈ ഒരു ഇൻവെൻട്രി സമ്മറി റിപ്പോർട്ടിൽ നിന്നും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കറൻ്റ്ലി ഉള്ള ഇൻവെൻട്രി സ്റ്റാറ്റസ് ആൻഡ് കറണ്ട് സ്റ്റോക്ക്, സെയിൽ ഔട്ട് ചെയ്ത സ്റ്റോക്ക് ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മാത്രം ഇൻവെൻട്രി സമ്മറി ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതിനുവേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് ഓപ്ഷനിൽ നിന്നും പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും ഓപ്പൺ ആകുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെൻട്രി സമ്മറിയുടെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ ഇൻവെൻട്രി സമ്മറി റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ ആയിട്ട് നമുക്ക് വ്യൂ ആക്സസ് ചെയ്യാനായി നമുക്കിവിടെ പേജ് സെറ്റപ്പിനും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു ഇൻവെൻട്രി സമ്മറി ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇൻവെൻട്രി സമ്മറി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻവെൻട്രി ഹെഡിൻ്റെ അണ്ടറിൽ ഇൻവെൻട്രി സമ്മറി റിപ്പോർട്ടിന് ശേഷം സെക്കൻഡ് റിപ്പോർട്ട് വരുന്നത് പ്രോഡക്റ്റ് ബാച്ചസ് ആണ്. പ്രോഡക്റ്റ് ബാച്ചസ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം ബാച്ച് വൈസ് റിപ്പോർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിപ്പോർട്ട് ടേബിളിൽ കാണാം പ്രോഡക്റ്റ് നെയിം. നമ്മൾ ഓർഗനൈസേഷനിൽ ഏതൊക്കെ പ്രോഡക്ട്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ ആ പ്രോഡക്ട്സിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡാറ്റ, ലിസ്റ്റ് ഓഫ് ഡാറ്റ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഓരോ പ്രോഡക്റ്റിൻ്റെയും കോഡാണ്. അതിനുശേഷം വരുന്നത് ബാച്ച് കോഡാണ്. ഒരു പ്രോഡക്റ്റിന് ഒന്നിൽ കൂടുതൽ ബാച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ബാച്ച് വൈസ് ഡാറ്റ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ബാച്ച് കോഡിന് ശേഷം വരുന്നത് ബാർ കോഡ് നമ്പറാണ്. നെക്സ്റ്റ് വരുന്നത് എക്സ്പയറി ഡേറ്റ്. പ്രോഡക്റ്റിന് നമ്മൾ എക്സ്പയറി ഡേറ്റ് ഇൻവെൻട്രിയിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്നത് റേറ്റ് ആണ്. ഫസ്റ്റ് പർച്ചേസ് റേറ്റ്, നെക്സ്റ്റ് വരുന്നത് സെയിൽസ് റേറ്റ് ആണ്. ലാസ്റ്റ് കോളം അവൈലബിൾ സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ബാച്ച് വൈസ് ഓരോ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, ലാസ്റ്റ് നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെയും കറണ്ട് സ്റ്റോക്കും അറിയാനും ഈ ഒരു റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു റിപ്പോർട്ടിലൂടെ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള പ്രോഡക്ട്സിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡാറ്റ നമുക്ക്, അതായത് സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആൻഡ് അതിൻ്റെ റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടും നമുക്ക് പ്രോഡക്റ്റ് വൈസ് ഡാറ്റ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെൻട്രിയിൽ സേവ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് വേണ്ട പ്രോഡക്റ്റിൻ്റെ നെയിം സെലക്ട് ചെയ്യാം. പ്രോഡക്റ്റ് നെയിം സെലക്ട് ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഡാറ്റ മാത്രം ആക്സസ് ആകുന്നു. റൈറ്റ് സൈഡിൽ പ്രിൻ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ബാച്ചസിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കംപ്ലീറ്റ് റിപ്പോർട്ട് ഡാറ്റ ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യാൻ നമുക്കിവിടെ പേജ് സെറ്റപ്പ് അതുപോലെ തന്നെ സൂം ഇൻ എല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ബാച്ചസ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു പ്രോഡക്റ്റ് ബാച്ചസ് റിപ്പോർട്ട് എക്സൽ ഫോർമാറ്റിലേക്കും മറ്റും എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും എക്സിറ്റ് ചെയ്യാനായിട്ട് എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പ്രോഡക്റ്റ് ബാച്ചസ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രോഡക്റ്റ് ബാച്ചസ് റിപ്പോർട്ടിന് ശേഷം നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് സെയിൽസ് റിപ്പോർട്ടാണ്. പ്രോഡക്റ്റ് സെയിൽസ് റിപ്പോർട്ടിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ബാച്ചസ് റിപ്പോർട്ട് പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയും സെയിൽസ് റിപ്പോർട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാം ഓരോ ഐറ്റമിനെയും നമ്മളുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഐറ്റംസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ ആ ഐറ്റംസിൻ്റെ എല്ലാം കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സെയിൽ ചെയ്ത ഐറ്റംസിൻ്റെ ലിസ്റ്റ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് കോളം വരുന്നത് ക്വാണ്ടിറ്റി ഇൻവോയ്സ്ഡ് ആണ്. ഓരോ ഐറ്റംസും എത്ര ക്വാണ്ടിറ്റി ടോട്ടൽ ഇതുവരെ ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടോ അത്രയും ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണാം. ഓരോ ഐറ്റംസും എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇൻവോയ്സ് ചെയ്തു ആ ക്വാണ്ടിറ്റിയുടെ എല്ലാം ടോട്ടൽ എമൗണ്ട് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സബ് ടോട്ടൽ എമൗണ്ട് ആൻഡ് സബ് ടോട്ടൽ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡാറ്റ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാനും കഴിയും. പ്രോഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ പ്രിന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രോഡക്റ്റ് സെയിൽസ് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ഈ ഒരു ഫോമിൽ കാണാൻ സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേജ് സെറ്റപ്പിനും അതുപോലെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സൽ ഫോർമാറ്റിലേക്ക് ഈ ഒരു റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയുവാനും അതുപോലെ ഇതുവരെ എത്ര ക്വാണ്ടിറ്റി ഇൻവോയ്സ് ചെയ്തു, ടോട്ടൽ എമൗണ്ട് എത്ര ഓരോ പ്രോഡക്റ്റിനും കിട്ടിയിട്ടുണ്ട്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും അവൈലബിൾ ആണ്. പ്രോഡക്റ്റ് സെയിൽസ് റിപ്പോർട്ടിന് ശേഷം നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് ലിസ്റ്റ് റിപ്പോർട്ടാണ്. പ്രോഡക്റ്റ് ലിസ്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിസ്റ്റ് ഓഫ് ഡാറ്റയാണ്. നമുക്കിവിടെ ഫസ്റ്റ് കോളത്തിൽ കാണാം നെയിം. ഇവിടെ നെയിം എന്ന് കൊടുത്തിരിക്കുന്നത് ഓരോ ഐറ്റംസിൻ്റെയും നെയിമാണ്. നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് കോഡാണ്. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോഡക്റ്റ് കോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്നത് യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഓരോ പ്രോഡക്റ്റിൻ്റെയും HSN കോഡ്, ടാക്സ് കാറ്റഗറി ആൻഡ് ടാക്സ് റേറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിൽ ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ ടാക്സ് കാറ്റഗറി, ടാക്സ് റേറ്റ്, അത്തരത്തിലുള്ള റിപ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും നമുക്ക് വേണ്ട പ്രോഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രിന്റ് ഓപ്ഷനിലാണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ലിസ്റ്റിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് ഡാറ്റ കംപ്ലീറ്റ് ആയി വ്യൂ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പേജ് സെറ്റപ്പിനായും അതുപോലെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡാറ്റ നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് റിപ്പോർട്ടിൽ ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സിൻ്റെ കംപ്ലീറ്റ് ടാക്സ് റിപ്പോർട്ടും അതുപോലെ തന്നെ HSN യൂണിറ്റ് ഡീറ്റെയിൽസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രോഡക്റ്റ് ലിസ്റ്റ് റിപ്പോർട്ടിന് ശേഷം
നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടാണ്. സ്റ്റോക്ക് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡാറ്റയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ബാച്ച് വൈസ് ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഫസ്റ്റ് കോളം വരുന്നത് പ്രോഡക്ട്സിൻ്റെ കോളമാണ്. നമ്മൾ എത്ര പ്രോഡക്ട്സ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇൻവെൻറ്ററിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ആണ്. അതിനുശേഷം വരുന്നത് ഓരോ പ്രോഡക്റ്റിൻ്റെയും ടാക്സ് റേറ്റ് ആണ്. നെക്സ്റ്റ് ബാച്ച് കോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റിന് ഒന്നിൽ കൂടുതൽ ബാച്ച് ഉണ്ടെങ്കിൽ അത്രയും ബാച്ചസ് നമ്മൾ സേവ് ചെയ്ത എല്ലാ ബാച്ചസും ഈ പ്രോഡക്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ബാച്ച് വൈസ് റിപ്പോർട്ടാണ്. ബാച്ച് വൈസ് റിപ്പോർട്ട് മീൻസ് ഓരോ ബാച്ചിൻ്റെയും നേരെ ആ ബാച്ചിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാച്ച് കോഡിന് ശേഷം നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് പ്രൈസ് ബാച്ച് വൈസ് ആണ്. ഇവിടെ ഓരോ ബാച്ചിൻ്റെയും പർച്ചേസ് റേറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓരോ ബാച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിന് ശേഷം അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്ന കോളം പർച്ചേസ് ക്വാണ്ടിറ്റി ആണ്. അതിനുശേഷം പർച്ചേസ് റിട്ടേൺ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് ക്വാണ്ടിറ്റി ആൻഡ് സെയിൽസിന് ശേഷം സെയിൽസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ ക്വാണ്ടിറ്റി ഓരോ ബാച്ചിൻ്റെയും നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്ക് അഡ്ജസ്റ്റഡ് ക്വാണ്ടിറ്റി ആണ് നെക്സ്റ്റ് കോളം വരുന്നത്. നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും ബാച്ച് പ്രോഡക്റ്റിൻ്റെ ബാച്ചിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് ഇൻവേർട്ട് ചെയ്ത ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഓരോ ബാച്ചിൻ്റെയും സ്റ്റോക്ക് ഔട്ട്വേർഡ് ക്വാണ്ടിറ്റിയും കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയലിൻ്റെ ഇൻവേർട്ട് ക്വാണ്ടിറ്റി ആണ്. ഓരോ ബാച്ചിലും ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ഇൻവേർട്ട് ആൻഡ് ഔട്ട്വേർഡ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു കോളമിൽ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് റിസർവ് ക്വാണ്ടിറ്റി എന്ന ഒരു കോളമാണ്. റിസർവ് ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐറ്റം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം റിക്വസ്റ്റ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ റിസർവ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ഓരോ ബാച്ചിൻ്റെയും റിസർവ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും ബാച്ച് വൈസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് അവൈലബിൾ സ്റ്റോക്ക് ആണ്. അതിനുശേഷം വരുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ബാച്ച് ആണ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും ബാച്ച് വൈസ് ടോട്ടൽ വാല്യൂ ആൻഡ് അതിൻ്റെ സബ് ടോട്ടൽ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് വൈസ് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്നും നമുക്കൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഇൻ സ്റ്റോക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഇന്നായത് മാത്രം ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷൻ ആണ്. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ സ്റ്റോക്ക് ബുക്ക് ഡാറ്റയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് വ്യൂവിൽ നിന്നും വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടിലൂടെ നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ ബാച്ചസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൻ്റെ റിസർവ്ഡ് ക്വാണ്ടിറ്റി, അതിൻ്റെ പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, അങ്ങനെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്റ്റോക്ക് ബുക്ക് റിപ്പോർട്ടിന് ശേഷം ഇൻവെൻട്രി ഹെഡിൽ ലാസ്റ്റ് റിപ്പോർട്ട് വരുന്നത് സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ടാണ്. സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു ബ്ലാങ്ക് പേജാണ് ഓപ്പൺ ആവുന്നത്. ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കസ്റ്റമൈസ് റിപ്പോർട്ടാണ്. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ടിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെപ്പറേറ്റ് ലെഡ്ജർ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ് റിപ്പോർട്ടിൽ നിന്നും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് ലെഡ്ജർ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡേറ്റ് ആണ്. നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് ഏത് ഡേറ്റിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വൗച്ചർ ടൈപ്പ് ആണ്.
വൗച്ചർ ടൈപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് ഏതൊക്കെ വൗച്ചറിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കാണാം ഓപ്പണിംഗ് സ്റ്റോക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ചെയ്യാനും ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനും സെയിൽസ് റിട്ടേൺ പർച്ചേസ് ഇൻവോയ്സ് അത്തരത്തിൽ ഏതൊക്കെ പർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത ഡേറ്റും അതിൻ്റെ വൗച്ചർ ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓരോ വൗച്ചറിൻ്റെയും നമ്പറാണ്. അതിനുശേഷം നമുക്കിവിടെ ബാച്ച് കോഡ് കാണാൻ സാധിക്കും. നമ്മൾ സെലക്ട് ചെയ്ത് പ്രോഡക്റ്റിന് എത്ര ബാച്ച് ഉണ്ടോ അത് ഏതൊക്കെ ബാച്ചാണ് ഓരോ ടൈമിലും സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്ത ബാച്ചിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നെക്സ്റ്റ് വരുന്നത് പർട്ടിക്കുലേഴ്സ് എന്ന കോളമാണ്. ഈ ഒരു പർട്ടിക്കുലേഴ്സിൽ നമുക്ക് ഒരു പർച്ചേസ് ഇൻവോയ്സ് അല്ലെങ്കിൽ സെയിൽസ് ഇൻവോയ്സിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡീലർ അല്ലെങ്കിൽ പാർട്ടിയുടെ നെയിം എല്ലാം കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ക്വാണ്ടിറ്റിയാണ്. ഓരോ ടൈമിലും നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്നത് അതിൻ്റെ റേറ്റ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഫിഫോ കോസ്റ്റ് ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് കോസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് അറ്റ് പ്രസൻറ്റ് നമുക്കിപ്പോൾ എത്ര ക്വാണ്ടിറ്റി ബൈ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഡേറ്റ് വൈസ് ക്ലോസിംഗ് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെയും ലെഡ്ജർ റിപ്പോർട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്രോഡക്റ്റ്സ് വേണമെങ്കിലും അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ബാച്ച് വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആകുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട്സിലെല്ലാം കണ്ടതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ടാണ് ഇൻവെൻട്രി ഹെഡിൽ വരുന്ന ലാസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇൻവെൻട്രി ഹെഡിൽ അണ്ടറിൽ വരുന്ന റിപ്പോർട്ട്സിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.